Now, this on-screen marking system, which the CBSE introduced a new digital evaluation framework for the class 12 exams. Ladies and gentlemen, I believe the whole implementation has been terrible. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വന്നപ്പോഴത്തേനും ഇത് എത്ര ട്രസ്റ്റ് വേർത്തിയാണ്, അപ്പോൾ ആ സമയത്ത് നമ്മളായിരുന്നു ഇപ്പോൾ എഴുതിയെങ്കിൽ നമ്മൾ എത്ര സ്കേർഡ് ആയിരിക്കും. One question keeps coming. Could this have been avoided? On the program today, we are going to meet the boy who may have the answer. ഇത് ഒത്തിരി പിള്ളേരുടെ ഫ്യൂച്ചർ വെച്ച് കളിക്കുന്ന ഒരു സാധനമായതുകൊണ്ട്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 20 കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ 20. ആൻഡ് അഗെയിൻ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് 5 ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ജസ്റ്റ് കുറച്ച് കറണ്ട് അഫയേഴ്സിൽ ഞങ്ങളുടെ തോട്ട്സ് ഒപ്പീനിയനും മേ ബി മെച്യൂർ ബട്ട് ഇവോൾവിംഗ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സും സംഭവങ്ങളും ചെറിയൊരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഈവൻ ഫിലോസഫീസ് ആവാം, എന്ത് സംഭവങ്ങളാവാം. സോ അതാണ് ഞങ്ങളുടെ ജസ്റ്റ് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ് ബീങ് സെഡ് അഗെയിൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ലൈവായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സംഭവങ്ങൾ കേൾപ്പിക്കാം. മേ ബി ബൈ ദ ടൈം ഇത് റിലീസ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും അത് റിലവൻ്റ് ആവാറില്ല. എന്നാലും ഞങ്ങൾക്ക് ഇത് ഈ ഒരു ആഴ്ചയിൽ ഞങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുകളൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ തോട്ട്സും സംഭവമായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. നമ്മുടെ CBSEയുടെ പേപ്പർ ഷീറ്റുകൾ, അതിൻ്റെ സംഭവം ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒബ്വിയസ്ലി ആ സമയത്ത് ഡിജിറ്റലായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈവൻ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീവാലുവേഷന് കൊടുക്കാം. ബട്ട് ദെൻ റീവാലുവേഷന് കൊടുക്കുവാണെങ്കിൽ അവർ വീണ്ടും ചെക്ക് ചെയ്തിട്ട് പറയും ഇത്ര ഉള്ളൂ മാർക്കെന്ന് പറയും. സംഭവം എന്ന് പറയും. എനിക്കൊന്ന് ആ പേപ്പർ കാണാൻ ഒരു വഴിയില്ലായിരുന്നു, കൈ കിട്ടാനായിട്ടൊരു വഴിയില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് മാർക്ക് വരുന്നു, നമുക്ക് വേണമെങ്കിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ, നമുക്ക് കുറവാണ് കിട്ടിയെന്ന് തോന്നുമെങ്കിൽ വീണ്ടും അവർ തന്നെ പറയും ഇത്ര ഉള്ളൂ എന്ന് പറയും, ഇല്ലെങ്കിൽ ഇച്ചിരി കൂട്ടി കിട്ടും. അപ്പോൾ അതായിരുന്നു ആ ഒരു സംഭവം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, എനിക്കറിയത്തില്ല. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ ഇനി പേപ്പേഴ്സ് ഫുള്ള് ഡിജിറ്റലി സ്കാൻ ചെയ്തിട്ട് CBSEക്ക് അത് ടീച്ചേഴ്സിന് കിട്ടും. ടീച്ചേഴ്സ് അവർ സ്ക്രീനിൽ പാരലായിട്ട് ഇതും സംഭവം വെച്ചിട്ട് അവർ മാർക്ക് ചെയ്യും. മാർക്കും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂട്ടി അവർക്ക് ഫൈനൽ ചെയ്യണമെന്നൊന്നുമില്ല. അതെല്ലാം കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ തന്നെ കൂട്ടിയിട്ട് ഫൈനൽ മാർക്ക് സംഭവമൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സംഭവം CBSE ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അഗൈൻ ഈ എക്സാം കഴിഞ്ഞപ്പോഴത്തേനും കുറേ സ്റ്റുഡൻസ് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ സ്കാൻ കോപ്പി റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേനും അതിൽ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേജൊന്നും ആൻസർ ക്ലിയർ അല്ല. അപ്പോൾ ഇവരെങ്ങനെ വായിച്ചത് സംഭവങ്ങൾ, പിന്നെ ചില പേജ് മിസ്സിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എൻ്റെ പേജ് അതിലില്ലായിരുന്നു പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഞാൻ ഇത് ഒബ്വിയസ്ലി ഞാൻ കണ്ടില്ലായിരുന്നു. ഞാനിത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുന്നത്. നമുക്കൊരു ഷോക്കായിരുന്നു. കാരണം 95 എന്തായാലും ഇംഗ്ലീഷ് പോലൊരു സബ്ജക്റ്റിന് എന്തായാലും 95 കിട്ടും തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പേപ്പർ എടുത്തപ്പോഴാണ് പേജ് നമ്പർ 4 and 5 മിസ്സിംഗ് ആണ് കംപ്ലീറ്റ്ലി. അതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കോംപ്രഹെൻഷൻ ആൻസർ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി മിസ്സിങ്ങും. 2 പേപ്പർ റിപ്പീറ്റ് ആയിട്ടുമാണ് സ്കാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വന്നപ്പോഴത്തേനും ഇത് എത്ര ട്രസ്റ്റ് വേർത്തിയാണ് അപ്പോൾ നമ്മൾ എഴുതിയ സമയം, നമ്മൾ 2016 ആ സമയത്തായിരിക്കും നമ്മൾ എഴുതി, 2015 2016. അപ്പോൾ ആ സമയത്ത് നമ്മളായിരുന്നു ഇപ്പോൾ എഴുതിയെങ്കിൽ നമ്മൾ എത്ര സ്കേർഡ് ആയിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പേടിച്ചാൽ മതി. അതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിപ്പോൾ എനിക്കൊന്ന് എവിടെയെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ അഡ്വാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ധൃതി പിടിച്ച് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ കുളമായെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിള്ളേരുടെ കാര്യം ഭയങ്കര ഷോക്കാണ്. എസ്പെഷ്യലി +2 ഒക്കെ എഴുതി ഇനി കോളേജിലോട്ടൊക്കെ പോകേണ്ട പിള്ളേരുടെ കേസിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു പയ്യൻ്റെ ഇത് കണ്ടു. ആ പയ്യന് ഏതോ വിഷയത്തിന് ഫിസിക്സോ എന്തതിനും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഭയങ്കര കുറവ് മാർക്ക് വന്നു. എന്നിട്ട് റീവാലുവേഷന് വേണ്ടി പേപ്പർ വെച്ചപ്പോൾ സ്കാൻഡ് കോപ്പി അയച്ചു കൊടുത്തു. പക്ഷെ അയച്ചു കൊടുത്തത് അവൻ്റെ പേപ്പർ അല്ലായിരുന്നു, വേറെ ആരുടെ പേപ്പർ അയച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മാർക്കാണ് അവൻ ഇട്ടേക്കുന്നത്. റെക്കോർഡിക്കലി മാറിപ്പോയി അങ്ങോട്ട്. പേപ്പർ വേറൊരാളുടെ നമ്പറിലേക്ക് പോയി. അതായത് ഇപ്പം നിന്റെ പേപ്പറാണെങ്കിൽ ഇവൻ്റെ പേരിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇത് അത് അപ്പം നീ പഠിച്ച് ഈ ഫുൾ ടൈം ഇരുന്ന് പഠിച്ച് ഫുൾ A+ ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കൊച്ചിന് ഇതുപോലെ 100-ൽ 50 മാർക്കെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടും അവരുടെ അതിനകത്ത് നോട്ട് അറ്റൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഡയഗ്രാം ആ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഈസിലി ഫിക്സ് ചെയ്യാന്നുള്ളൂ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ കോപ്പിയിൽ ഇപ്പോൾ ലെറ്റ്സ് അശ്വന്തോ അല്ലെങ്കിൽ എന്താണോ അവൻ്റെ പേര്, ആ പേര് ആണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അവൻ സ്കാൻഡ് കോപ്പിയിൽ ഇപ്പം ടീച്ചർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്കാൻഡ് കോപ്പിയിൽ ആ ഫസ്റ്റ് പേജിൽ അതാണ് എഴുതിയേക്കണേന്ന് അവർക്ക് വെരിഫൈ ചെയ്താൽ പോരായിരുന്നു. ഫിക്സ് ചെയ്യാം. പക്ഷേ ഫിക്സ് ചെയ്യുമ്പോൾ ഇവർ ഒന്നെങ്കിൽ അത്രയും പ്രോപ്പറായിട്ട് വേണമായിരുന്നു സിസ്റ്റം ഇറക്കാൻ. കാരണം ഇത് ഒത്തിരി പിള്ളേരുടെ ഇത് വെച്ച് കളിക്കുന്ന ഒരു ഫ്യൂച്ചർ വെച്ച് കളിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് എവിടെയോ ഇവിടെ ഇന്ത്യയിലുള്ള ഒരു എത്തിക്കൽ ഹാക്കർ, ഒരു അധികാരി എന്തോ അതിൻ്റെ പേര്, അവൻ അത് കയറി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ബേസിക് ആയിട്ട് പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഇത് ഹാക്ക് ചെയ്ത് നമുക്കിത് മാറ്റാമെന്നാണ് പറയണേ. അപ്പോൾ നിനക്ക് ഇച്ചിരി ഹാക്കിങ് അറിയാമെങ്കിൽ ഇത് കയറി നിൻ്റെത് ഗ്രേഡ് ഫുൾ A+ കൊടുക്കാം. അത്രയും ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നുമില്ല. വെറുതെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടേക്കുന്ന പോലെയാണെന്നാണ് പറയണേ. Why did you even think of
sort of testing the system this time around? How did it start? I was also attending 12th board exams this year. And when CBSE announced that everything will be done digitally and there will be a portal and all, I looked up the circulars and it just sparked my curiosity. The portal was online and it wasn't IP gated. Like anyone with any IP address can access it. I downloaded the code. I started reading what's in the code. Then I just started reading the logic around passwords, OTP, how they're being processed. And then when I came across the most like disastrous part, which was the master password being hard coded. I used that password and I could log in as any examiner with their user ID. എന്തിനാ ഇങ്ങനെ സത്യം പറയുന്നത്? ഒന്നെങ്കിൽ അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ട്രയലൊക്കെ ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് എനിക്ക് എന്താ പ്രശ്നം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. ട്രയൽ ചെയ്യാനാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും അവസ്ഥ വരുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു ട്രയൽ ആൻഡ് എറർ പോയോന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും മിസ്റ്റേക്ക് വന്ന സ്ഥിതിക്ക് അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാകാത്ത ഇപ്പം എന്തുകൊണ്ട് ടീച്ചർമാർ ഇരുന്ന് നോക്കാത്ത, നമുക്ക് ഇൻസെപ്ഷൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ? ഈ സംഭവം ഭയങ്കര ഈസി ആയില്ലേ? കാര്യം ഇപ്പോഴത്തെ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തൊടുപുഴ എഴുതുന്ന എക്സാം എഴുതി അത് എറണാകുളത്തെ ടീച്ചറായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആ കോസ്റ്റ് പേപ്പറെല്ലാം ഒന്നും വേണം. ഇത് ജസ്റ്റ് ആ സ്കൂളിലൊരു സ്കാനർ ഉണ്ടായാൽ മതി, അപ്ലോഡ് ചെയ്ത് ഓരോ സ്റ്റുഡൻസ് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതും 16 ഓഫീസുണ്ട്. അതും ഇന്ത്യയിൽ 16 ഓഫീസുള്ളൂ. ആ 16 ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ ഈവൻ സ്കാൻ ചെയ്യുന്ന ആളുകൾ ഇൻഡിവിജ്വലി ഓരോ ഇതെടുത്ത് സ്കാൻ ചെയ്യുക. അപ്പോൾ ആ സമയം മതി എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഇരുന്ന പേപ്പർ നോക്കാനായിട്ട്. ഇതിപ്പോൾ സ്കാൻ ചെയ്യുന്നത്, അപ്പോൾ ആ സ്കാൻ ചെയ്ത കൂട്ടത്തിലാണ് ചിലരുടെ പേപ്പറിൻ്റെ അടിവശം ഫോൾഡ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ സ്കാനിൽ ആ ഫോൾഡ് കയറുമ്പോഴത്തേക്ക് ആ ഒരു ആൻസർ കാണത്തില്ല. പക്ഷേ ഇത് പറയുന്നത് 2 തവണ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒരാളിരുന്ന് ഇതെല്ലാം ചെക്ക് ചെയ്യും, എല്ലാം പ്രോപ്പർ. അത് ഈവൻ നമ്മുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന കേസിൽ അന്നേരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പേപ്പർ ഒരാളിരുന്നല്ല ചെക്ക് ചെയ്യുന്നത്, ഒരാൾ ചെക്ക് ചെയ്യും, അടുത്ത ആൾക്ക് പാസ് ചെയ്യും, അവർ നമ്മൾ ചെക്ക് ചെയ്ത് ശരിയാണെന്ന് നോക്കും. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് ആ ഫൈനലായി മാർക്ക് വരുന്നത്. പക്ഷേ ഈ കേസിൽ ഇപ്പം ഡിജിറ്റലി പോയൊരു സാധനത്തിൽ ഒരു ആൻസർ ഇല്ല. അവരെങ്ങനെ അറിയാം ആ പയ്യൻ എഴുതിയിട്ടുണ്ടോ? കാരണം ഒറിജിനൽ പേപ്പറിൽ നിന്നാണ് ആ കോപ്പി പോയേക്കുന്നത്. പക്ഷെ അതെനിക്കൊന്ന് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റുന്നത്, കാരണം പേജ് നമ്പർ ഉണ്ട്, പിന്നെ പേജിന് ഇത്ര ഇതുണ്ട്, അപ്പോൾ അറിയാൻ പറ്റും എവിടെയെങ്കിലും മിസ്സിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് പക്ഷേ അപ്പോൾ അതേ ആ കേസിലാണ് ഇവൻ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായോ? പിന്നെ ഡയഗ്രാമൊക്കെ ബ്ലറാ എല്ലാം ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുന്ന ടീച്ചറിന് മനസ്സിലാവുമല്ലോ. ഒരു ടീച്ചറിന് നോക്കുമ്പോൾ പേജ് 1 ഉണ്ട്, 2 ഉണ്ട്, അതുകൊണ്ട് പേജ് 4. ഒരു ഫുൾ പേജിൻ്റെ കാര്യമല്ല പറഞ്ഞത്, 1-2 ഇതിൻ്റെ കാര്യം പറഞ്ഞു. ചിലപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഇത് ചിലപ്പോൾ ഈ ലാസ്റ്റ് പേജിൽ ഇവിടെ ആയിരിക്കും തീർന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഇതിൻ്റെ അടിയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ ആൻസർ മാത്രം ഇല്ല, മനസ്സിലായോ? അപ്പോഴും പക്ഷേ ടീച്ചറിനെ കാണാൻ പറ്റുമല്ലോ. ഇത്ര സമയം ബ്ലാങ്ക് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ഒന്നും അല്ല നിനക്ക്. അതായത് അതിപ്പോൾ ഇടയ്ക്കു എന്നുള്ള കേസിലാണ് ഇത് മിസ്സായി പോയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ ബ്ലാങ്ക് കിടപ്പുണ്ടെന്ന്. ഇതിപ്പോൾ ഒരു പേപ്പറിന് അടിവശം ഇങ്ങനെ മടങ്ങിയിരിക്കുക. അപ്പോഴും ടീച്ചറിന് കണ്ടാൽ മനസ്സിലാവല്ലോ. മനസ്സിലാവും, മടങ്ങിയിരിക്കുന്നുണ്ട്, മനസ്സിലാവല്ലോ. സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ല, അതായത് ആ മടക്കാണെന്ന് തോന്നത്തില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പേപ്പർ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ ഫുള്ള് കിട്ടും, മോള് വശം തൊട്ട് താഴെ കിട്ടും. അപ്പം മടങ്ങിയിരിക്കുവാണെങ്കിൽ മോള് തൊട്ട് വെള്ളയായിട്ടിരിക്കുള്ളൂ അത്രയും ഭാഗം. പക്ഷെ ലൈനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നത്. പക്ഷേ 13,000 പിള്ളേർക്ക് പ്രശ്നം. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും. അതായത് ട്രയലർ ചെയ്യണമായിരുന്നു, അതല്ല ചെയ്യാൻ ഡയറക്റ്റ് +2 പിള്ളേർക്ക് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാത്തിനും മാറ്റർ ചെയ്യുന്നതാ. ഡയറക്റ്റ് +2 പിള്ളേർക്ക് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ IELTS എക്സാം, ഇവിടുത്തെ IELTS എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റിട്ടേൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ കൊടുക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്ലോലി CBSE അങ്ങനത്തെ സംഭവത്തിലേക്ക് മാറും തോന്നുന്നുണ്ടോ? അത് ഇവഞ്ച്വലി മാറുമായിരിക്കും. പക്ഷേ അത് IELTS പോലെയാണോ മറ്റത്? എനിക്കൊന്നും മാത്സ് ഒന്നും പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഇംഗ്ലീഷൊക്കെ എനിക്കൊന്നും മാറ്റാന്നേ ഉള്ളൂ. ചിലപ്പോൾ മാറ്റുകയും ചെയ്യുമായിരിക്കും. മാറ്റുവാണെങ്കിൽ കുറേ അവർക്ക് പൈസ ലാഭിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ എല്ലാം കമ്പ്യൂട്ടറിനെ ചെക്ക് ചെയ്യും. മലയാളം പറ്റുമോ? ഇവര് ലാംഗ്വേജ് ചെറിയൊരു അപ്ഡേറ്റ് CBSE ഒരു ചെറിയ ഡ്രൈ റൺ നടത്തിയായിരുന്നു പറയുന്നത്. ജാനുവരിയിൽ ഒരു 100 ടീച്ചർമാർ അങ്ങനെ എന്തോ വെച്ചിട്ട് ഒരു വെബിനാർ പോലെ എന്തോ സെറ്റപ്പ്, ഇതിന്റെ ഒരു ട്രയൽ പോലെ. അതല്ലാണ്ട് വേറെ ഒന്നും ഒഫീഷ്യലി ചെയ്തിട്ടില്ല. ഇതിന്റെ CBSE റീജിയണൽ ഹെഡ് ഒരുത്തം പറയുന്നത് അല്ല ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു എററും വരത്തില്ല എന്ന്. ബേസിക്കലി ഈവൻ ടീച്ചർമാർ ഇരുന്ന് ചെക്ക് ചെയ്താൽ എറർ വരുന്ന കേസുണ്ട് റീവാലുവേഷൻ പോകുമ്പോൾ. സോ അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇത് എന്തുമാത്രം എനിക്കറിയില്ല. പക്ഷേ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ ശരി ഇങ്ങനെയൊക്കെ അഡ്വാൻസ് ആവണം. പക്ഷേ അപ്പോൾ ഒന്നെങ്കിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ കൊണ്ടുവരണം. പക്ഷേ ഈ സിസ്റ്റം നമ്മൾ മാനുവലി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ പോകുന്നു, പിന്നെ അത് ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഇതിലെനിക്കൊരു നല്ല കാര്യം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എഴുതിയ സമയത്ത് ഉള്ളൊരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം നന്നായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം അന്ന് പേപ്പർ കിട്ടത്തില്ല, സ്കാനായിട്ട് അവർ അയച്ചു തരത്തില്ല. ഇതിലെനിക്ക് തോന്നുന്ന ഡീറ്റെയിൽ ആയതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത നമ്മുടെ പേപ്പർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അറ്റ്ലീസ്റ്റ്.
അന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാണാൻ പറ്റും, എനിക്കറിയില്ല. പൈസ കൊടുത്ത സ്കാൻ ചെയ്ത് അയച്ചു വിടുന്നു. സ്കാൻ ചെയ്ത് അയച്ചു തരുവാണോ അത് എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. എനിക്ക് എന്തായാലും റീവാലുവേഷൻ ഉണ്ടെന്ന് അറിയാം. റീവാലുവേഷനിൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല പേപ്പർ കിട്ടുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന് കിട്ടുവാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പൈസ കൊടുത്താൽ കിട്ടുമായിരുന്നു. എൻ്റെ എനിക്കറിയത്തില്ല. ഞാൻ റിവാലുവേഷന് എന്തോ കൊടുത്തിട്ടുണ്ട്, പൈസ പോയി, പക്ഷെ മാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേപ്പറായിട്ട് കൈ കിട്ടിയിട്ടില്ല അന്ന്. പ്ലസ് വണ്ണിലായിരുന്നു. ഓക്കെ, CBSE കിട്ടും. CBSE കിട്ടുമോ? എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ അത്, പക്ഷേ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തായാലും ഇത് കിട്ടുമെന്നുള്ള ഞാൻ കണ്ട, അപ്പോൾ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. അന്ന് കിട്ടത്തില്ലായിരുന്നെങ്കിൽ കിട്ടുമ്പോൾ സ്വന്തം പേപ്പർ തന്നെ കിട്ടണം, അതാണ് പ്രശ്നം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതാവുമല്ലോ. സ്വന്തം പേപ്പർ അല്ലെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് ഇനിയിപ്പോൾ അവൻ്റെ സ്വന്തം പേപ്പർ എവിടെ പോയെന്ന് അറിയത്തില്ലെങ്കിലോ. അതായിപ്പോ സംഭവിച്ചേക്കുന്നത്. അതാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു പ്രശ്നം. അതാ, ആരുടെ പേപ്പർ ഒന്നും ആർക്കും അറിയത്തില്ല. കിട്ടിയത് വേറെ ആളുടേത്. അതൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒന്നും പഠിക്കാതെ പോയിരുന്നിട്ട് ഫുൾ A+ കിട്ടിയവനാണ് ലോട്ടറി അടിച്ചത്. നാട്ടിൽ ഫ്ലെക്സ് ഒക്കെ അടിച്ച് അവിടെ നിന്ന് മിണ്ടത്തില്ല. അവനാകറിയാൻ സോഫ്റ്റ്വെയർ, അവൻ കമ്പ്യൂട്ടർ മാത്രം ടോപ്പ്, പക്ഷെ അവൻ ഫൈനൽ വന്നപ്പോൾ അവന് ഫുൾ ടോപ്പായി. പക്ഷേ ഇതിലിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ളത് എൻ്റെ പോലത്തെ ആൾക്കാർക്ക്. ഇപ്പം എനിക്ക് ഇംഗ്ലീഷിനായിരുന്നു A1 പോയത്. കാര്യം എൻ്റെ ക്ലാസ്സിൽ ഒരുത്തൻ അവന് മാത്സിന് പൊട്ടിയാണ്, ഓഫീസിൽ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ മാത്സിന് അവൻ ഫെയിലായിപ്പോയി +2-ന്. പക്ഷെ അവൻ ഇംഗ്ലീഷിന് A1 ആയിരുന്നു. ബാക്കി എല്ലാത്തിനും അവന് നോർമലായിരുന്നു. കാര്യം ഹാൻഡ് റൈറ്റിംഗ് ഉള്ളെങ്കിൽ ഇംഗ്ലീഷിന് മാർക്ക് കിട്ടും. എനിക്ക് പോയത് ഇംഗ്ലീഷാണ്, ബാക്കി എല്ലാം കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷിന് എനിക്ക് കിട്ടില്ല. ഞാൻ റീവാലുവേഷൻ എടുത്തപ്പോൾ അവർ എനിക്കൊന്ന് 2 മാർക്ക് കൂട്ടി തന്നു. അപ്പം അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാത്തവർക്ക് ഡീറ്റെയിൽ സംഭവം വന്നാൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പൊ സ്റ്റിൽ നമ്മൾ പേപ്പറിൽ എഴുതുമല്ലേ, പക്ഷെ അത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അതുകൊണ്ട് ഇപ്പോൾ ഈ IELTS ഞാൻ ഇതാണ് കൊടുത്തത്, റൈറ്റിംഗ്. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടി റൈറ്റിംഗ്. ഞാൻ എഴുതി കൊടുത്തായിരുന്നെങ്കിൽ അവരിത് വായിക്കത്തുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. മാത്സ് പോലെ ഇല്ലെങ്കിൽ നമ്മളിവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ചെയ്ത സിസ്റ്റം പിന്നെ കൊള്ളായിരുന്നു. നമ്മൾ എഴുതിയിട്ട് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ആൻസർ ഷീറ്റ്. അത് പക്ഷേ ഹോംവർക്ക് അല്ലേ ഉള്ളൂ. വീട്ടിൽ എക്സാം നമ്മൾ ചെയ്തപ്പോൾ എക്സാം നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോറി, അന്നേരം നമുക്ക് ഇതായിരുന്നു. നമ്മൾ വീട്ടിൽ ഇരുന്ന് എക്സാം മാനുവൽ അപ്ലോഡ് ചെയ്യായിരുന്നു. അല്ലാതെ ക്ലാസ്സിലൊക്കെ നമ്മൾ തന്നെ പേപ്പർ എഴുതി കൊടുക്കുമല്ലായിരുന്നു. അത് അങ്ങനെയായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെയായിരുന്നു നമ്മൾ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കും നമ്മൾ കറക്റ്റ് സാധനമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അത് ശരി, ശ്രദ്ധിക്കും. പക്ഷെ അത് മാത്രമല്ല, ഇവിടുത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സമയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ വലിച്ചു വാരി എഴുതാനുണ്ട്. ഞാനൊക്കെ +2-ന് വെച്ചിട്ട് 17 പേപ്പർ എന്തോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 17 പേപ്പർ ഉണ്ടായിരുന്നു എനിക്ക് എഴുതാൻ. അപ്പോൾ അതാ പറയുക, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് താഴെ, രണ്ടാമത്തെ ഒരു പേജ് തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ സ്റ്റെപ്പിന് ആൻസർ 5 മാർക്ക് കിട്ടും. ആ സിസ്റ്റം ഒക്കെ കൊള്ളാൻ കാര്യം പറഞ്ഞാൽ അത് കുറേ വലിച്ചു വാരി എഴുതാനൊന്നും ഇല്ല, അതിൻ്റെ ടെൻഷനില്ല, സമയമുണ്ട്. മാത്സ് പോലുള്ള കാര്യം, മാത്സ് പോലുള്ളതൊക്കെ എന്തായാലും നമുക്ക് ഡിജിറ്റൽ പറ്റില്ല. അവിടെ ഒരു ആൻസർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സ്റ്റിൽ കാൽക്കുലേഷൻ നമ്മൾ ഇവിടെ എഴുതണം. അല്ലെങ്കിൽ അപ്പോൾ അവിടെ എനിക്കൊന്നും ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് ലെറ്റ്സ് സേ ഒരു ഐപാഡ് പോലത്തെ സിസ്റ്റം ടൈപ്പും ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ ഡ്രോ ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒക്കെ വരുവാണെങ്കിൽ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ എന്തോരം ഐപാഡ് വേണം. അതാ സംഭവം. ഇത് ഇന്ത്യയിൽ പൈസ ഇല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം. എന്തോരം പിള്ളേരുള്ള ലക്ഷക്കണക്കിന് പിള്ളേർക്ക് ലക്ഷക്കണക്കിന് ഐപാഡ് എടുത്തു കഴിഞ്ഞാൽ മുടിയും. പക്ഷെ അത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഐപാഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോളും. എത്ര നശിപ്പിച്ചില്ലെങ്കിൽ വേറെ പ്രശ്നം മെയിൻ്റെനൻസിൻ്റെ കാര്യം. എനിക്കറിയില്ല ഇന്ത്യക്ക് മാത്രം ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ CBSE അല്ലേ, CBSE ഐപാഡിന്റെ പുറത്തൊക്കെ കുത്തിയറച്ചൊക്കെ വെക്കും, സ്റ്റിക്കർ കൊടി വെക്കും. എല്ലാം അടിച്ചോണ്ട് പോയി. അതെ, അവസാനം മാത്രം ഉണ്ടാവും. ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ബീങ് സെഡ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകൾ. ആൻഡ് നിങ്ങളുടെ ടോപ്പിക്കും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ സംഭവം ഉണ്ടെങ്കിൽ താരെ പറഞ്ഞറിയിക്കുക. വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല സംഭവം അതും പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് അതും പറഞ്ഞറിയിക്കുക. ആൻഡ് എന്തെങ്കിലും ടോപ്പിക് സജഷനും സംഭവം ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിന് നമുക്ക് പറയാനുള്ളത്. ആൻഡ് യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ എന്തായാലും പ്ലീസ് ഡു. സോ ഗൈസ്, ടേക്ക് കെയർ. ബൈ ഗൈസ്.